പ്രിൻസിന്റെ കല്യാണം ഉടനെ നടത്തണമെന്നാ അച്ഛന്റെ തീരുമാനം. ഈ തോട്ടത്തിൽ അവന്റെ ഒറ്റയ്ക്കുള്ള താമസം അത്ര ശരിയാവില്ല മോളെ. പെൺകുട്ടിയെ കണ്ടിട്ട് അച്ഛനും അമ്മയും എന്നാ തിരിച്ചു വരിക? 2-3 ആഴ്ചയെങ്കിലും പിടിക്കില്ലേ? നാട്ടിലെല്ലാരും ഒന്ന് കാണണം, ഗുരുവായൂരൊന്ന് കുളിച്ചു തൊഴണം, പിന്നെ എല്ലായിടത്തും ഒന്ന് കേറി മോൻ കാണിക്കണ്ടേ? അച്ഛന്റെ അമ്മയുടെയും ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ ആണെന്ന് ജയേട്ടൻ പറഞ്ഞു. അവന്റെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കൂടെ വരാൻ സമയം കാണൂലല്ലോ അല്ലേ? ബാലന്റെയും ജയന്റെയും തിരക്ക് അമ്മയ്ക്കറിയാട്ടോ. എന്നാലും ഏട്ടന്മാർക്കും ചില ഉത്തരവാദിത്തം കൊണ്ടെന്ന് പറഞ്ഞാ മതി. ഈ ആഴ്ച 4 ബൈപ്പാസ് സർജറി നടത്താനുണ്ട് ബാലേട്ടന്. പ്രിൻസിന്റെ പെൺകുട്ടിയെ അച്ഛനും അമ്മയും ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാ മതി. ഞങ്ങളെ ആദ്യം കാണാൻ വന്നത് അച്ഛനും അമ്മയും തന്നെയല്ലേ? കുട്ടികളൊക്കെ എവിടെയമ്മേ? കണ്ടില്ലല്ലോ. നിങ്ങൾ ഇന്ന് അവരെ കൊണ്ടുപോകാൻ വരുന്ന് അവർക്കറിയാം. അതുകൊണ്ടാവും രാവിലെ തന്നെ മുത്തച്ഛൻ പോലും അറിയാതെ മുങ്ങിയത്. തോട്ടത്തിൽ കാണും. ഈ വെക്കേഷൻ മുഴുവനും അവരിവിടെ നിന്നോട്ടെ. അല്ലമ്മേ, ഇവിടെ ആരുമില്ലാതെ കുട്ടികൾ ഒറ്റയ്ക്ക്. പ്രിൻസ് ഇല്ലേ, പിന്നെ അവന് കൂട്ടിന് കുട്ടിയോളും. ആ പാറുട്ടി, ഇവളിതെവിടെ പോയി കിടക്കുന്നോ ആവോ? പെട്ടിയും സാധനമൊക്കെ കാറിൽ എടുത്തു വെച്ചോ ആവോ? തോട്ടങ്ങളുടെ കണക്കൊക്കെ അപ് ടു ഡേറ്റ് ആയിരിക്കണം. സീസൺ വരാൻ പോവാ. ലോറികളൊക്കെ എപ്പോഴേ ബുക്ക് ചെയ്തോളൂ. പെൺകുട്ടിയെയും അവളുടെ തറവാടും ഇഷ്ടപ്പെട്ട ഞാൻ നിങ്ങളെ വിളിക്കും. പ്രിൻസിനെയും കുട്ടി വന്നോളൂ. ശരി, കേട്ടല്ലോ? അച്ഛാ, ഇപ്പൊ ഇറങ്ങിയാലേ എയർപോർട്ടിൽ സമയത്തിന് എത്താൻ പറ്റൂ. ശ്രീദേവി അമ്മേ, പ്രിൻസ് എവിടെ? അവന്റെ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങുമ്പോ അവനിവിടെ ഇല്ല, കണ്ടോ? അവൻ എവിടെയും പോയിട്ടില്ല, തോട്ടത്തിലുണ്ടാവും. ഉണ്ടായ നല്ലത്. കേട്ടോ റെഡി? ആ നശിച്ച കാറും കിട്ടി വലിച്ച് അവൻ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ താൻ നോയിക്കോണം. അങ്ങനെ വല്ലതും ഉണ്ടായെന്ന് അറിഞ്ഞാൽ കാർ റേസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിന് പ്രാന്താ. അല്ല വെറുപ്പാ. അവൻ എങ്ങോട്ടും പോവില്ല. മേലാൽ കാർ റേസിന് പോവില്ലെന്ന് എന്റെ തലയിൽ തൊട്ടാ സത്യം ചെയ്തത്. നേരും നെറിയുള്ളവനാ എന്റെ കുട്ടി.